ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഒരു അടിപൊളി ഒതൻറ്റിക് യമനി മന്തിയുടെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായി കാണുക. കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഈ മന്തിയുടെ റൈസ് ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും അറബിക് റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ഒരു ടേസ്റ്റിലും ഫ്ലേവറിലാണ് കേട്ടോ ഉണ്ടാവുന്നത്. ഇതെൻ്റെ സ്വന്തം റെസിപ്പിയല്ല, ഞാൻ യൂട്യൂബിൽ ഒരു ഷെഫിൻ്റെ റെസിപ്പി കണ്ടിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. ആദ്യം ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഞാനിവിടെ 900 ഗ്രാം സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഒരു ഫുൾ ചിക്കൻ എടുത്തിട്ട് അതിനെ 2 പീസാക്കിയിട്ടുള്ളതാണ്. 1 കിലോയിൽ താഴെയുള്ള ചിക്കൻ എടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കൻ കിട്ടുകയാണെങ്കിൽ സ്കിന്നുള്ള ചിക്കൻ തന്നെ എടുക്കുക. 1.5 ടീസ്പൂൺ പച്ചമല്ലി, 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 2 അല്ലി വെളുത്തുള്ളി, കാശ്മീരി മുളക് പൊടി, അത് നിർബന്ധമില്ല കേട്ടോ. പിന്നെ ഉപ്പ് ആവശ്യത്തിന്. ഇതൊക്കെ ഒരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. മിക്സിൻ്റെ ജാറ് തുറക്കുമ്പോൾ തന്നെ ഈ പൊടിക്കൊരു പ്രത്യേക മണം തന്നെ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലാണ്. ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒന്നില്ലെങ്കിൽ സാഫ്രോൺ യെല്ലോ കളർ വേണം, അല്ലെങ്കിൽ സാഫ്രോൺ കുങ്കുമപ്പൂ ഇല്ലേ, അതായാലും മതി. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ട് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഞാനിപ്പോൾ മസാലകളൊക്കെ നേരെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ ഒരു കത്തി ഉപയോഗിച്ചിട്ട് കുത്തി കൊടുത്താലും മതി. വരഞ്ഞു കൊടുക്കണം നിർബന്ധമില്ല കേട്ടോ. പിന്നെ ഈ മസാല അതിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ചുരുങ്ങിയത് 3/4 മണിക്കൂർ ടു 1 മണിക്കൂർ വരെയെങ്കിലും അതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിലോ ഫ്രീസറിലോ വെക്കുക. അതല്ലെങ്കിൽ പുറത്തും വെക്കുക. 1 കിലോ ചിക്കനിലേക്കുള്ള സ്പൈസസിൻ്റെ അളവാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ 1 കിലോ ചിക്കൻ എടുക്കുന്നെങ്കിൽ ഇതേ അളവിലെടുത്താൽ മതി. ചിക്കനെ മാരിനേറ്റ് ചെയ്ത് വെക്കാനായിട്ട് ഞാൻ അലുമിനിയം ഫോയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ മടക്കിയിട്ട് നമുക്കൊരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാനും ഈസിയല്ലേ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കത് എടുത്ത് ഉപയോഗിക്കാനും എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ നിങ്ങൾക്കും പണി ഈസി ആവുമല്ലോ. ഇനി റൈസ് ഉണ്ടാക്കിയെടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസ് വലിയ ഉള്ളിയാണ്, അത് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുക. ഉള്ളി ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് 3-4 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കുക. 2 ബേ ലീഫ്, ഉണക്കനാരങ്ങ, പിന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ 1/2 ടീസ്പൂൺ വീതം കുരുമുളകും ചെറിയ ജീരകവും അതുപോലെ പച്ചമല്ലി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് വഴറ്റിയിട്ട് ഇതിൻ്റെ കളറൊന്ന് മാറ്റിയെടുക്കണം. പിന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇൻഗ്രീഡിയൻസിൻ്റെ അളവെല്ലാം കൊടുക്കുക. ഇതിലേക്ക് 2 പച്ചമുളകും കൂടി വേണം കേട്ടോ, അതും കൂടി ഇട്ട് കൊടുക്കുക. ഞാൻ റൈസ് ഉണ്ടാക്കാനായിട്ട് സെല്ല ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് കുതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് കഴുകിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഒന്ന് അരി 1 മിനിറ്റ് ഒന്ന് ഓയിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കുക. പിന്നെ എല്ലാ മന്തിക്കും ചെയ്യുന്ന പോലെ ഈ അരി വെള്ളത്തിലിട്ട് കുതിർക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തന്നെ ചെയ്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഏകദേശം 1 കിലോനോളം അരി എടുത്തിട്ട് ഒരു വലിയൊരു പാത്രത്തിലിട്ടു. അപ്പോൾ ആ പാത്രത്തിൻ്റെ അളവിലാണ് കേട്ടോ ഞാൻ വെള്ളം എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള അളവിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. സാധാ പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചിട്ടുള്ളത്, ചൂടുവെള്ളമൊന്നുമല്ല. അരി ഇട്ട പാടെ നമ്മൾ ഫ്ലെയിം ഒന്ന് ലോ ആക്കി കൊടുക്കണം. എന്നിട്ട് അലുമിനിയം ഫോയിൽ എടുത്തിട്ട് ഇതുപോലെ ചെയ്യാം കേട്ടോ. അലുമിനിയം ഫോയിൽ ഇല്ലാത്തവർ നമ്മുടെ ഇഡ്ഡലി ചെമ്പില്ലേ, അതിൽ ചെയ്താലും മതി. ആദ്യത്തെ ലെയറായിട്ട് ഞാൻ 2 ഷീറ്റ് അലുമിനിയം ഫോയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു സ്ക്യൂർ എടുത്തിട്ട് ഇതുപോലെ ഹോൾ ഇട്ട് കൊടുക്കുക. എയറൊന്നും പുറത്ത് പോകാത്ത ഇത് നല്ല ടൈറ്റ് ആക്കിയിട്ട് വെക്കണം കേട്ടോ. ഇത് നിറച്ചും ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ ഒന്ന് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ചിക്കൻ വേവുന്ന സമയത്ത് ഈ ഹോൾസിലൂടെ വേണം ഇതിൻ്റെ ആ നീരൊക്കെ റൈസിലേക്ക് ഇറങ്ങാൻ. ഇനിയിപ്പോൾ ചിക്കൻ്റെ മുകളിലേക്ക് വീണ്ടും 2 ലെയർ കൂടി അലുമിനിയം ഫോയിൽ വെച്ച് കൊടുക്കുക. നല്ല ടൈറ്റായിട്ട് തന്നെ എയർ ഒട്ടും പുറത്ത് കടക്കാത്ത വിധത്തിൽ നന്നായിട്ട് അതൊന്ന് വെച്ചെടുക്കുക. ഓയിൽ പേപ്പറൊക്കെ നല്ല ടൈറ്റ് ആക്കിയിട്ട് വെച്ചിട്ട് ആ പാത്രത്തിൻ്റെ ലിഡ് അതിലേക്ക് വെച്ച് കൊടുക്കുക. ഫ്ലെയിം ലോ ടു മീഡിയത്തിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുക. ഒരു 40 മിനിറ്റോളം അങ്ങനെ തന്നെ വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റോളം അത് ഓപ്പൺ ആക്കാതെ വെക്കുക.
മൊത്തത്തിൽ ഞാൻ 50 മിനിറ്റ് ചിക്കനും റൈസും വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ സമയം വെച്ച് കഴിഞ്ഞാൽ റൈസെല്ലാം നല്ല വെന്ത് പോകും. ഇനി ഇതൊന്ന് ഓപ്പൺ ആക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വേവോന്നുള്ള ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊന്നുമില്ല, നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. റൈസെല്ലാം നല്ല കറക്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ചിക്കൻ സ്റ്റോക്കൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ അതിനേക്കാളും നല്ല ടേസ്റ്റിലുള്ള അടിപൊളിയായിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല രസമുള്ള മന്തിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക. ഇതിൻ്റെ മണം എന്ന് പറയുന്നത് മൊത്തത്തിൽ റൂമിൽ മൊത്തം പരന്നിട്ടുണ്ടായിരുന്നു. അത്രയും നല്ല സ്മെല്ലും ഫ്ലേവറും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്തായാലും. ഇനി ഇതൊന്ന് സ്മോക്ക് ചെയ്തെടുക്കുക. ഞാനൊരു ചാർക്കോൾ കത്തിച്ചിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കുക. 10 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുക. ഇതുവരെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള മന്തിയിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള മന്തിയാണ്. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ മയോണൈസും ടൊമാറ്റോ ചട്നിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ അതേപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ലൊരു യമനി മന്തി റെഡിയാക്കി എടുക്കാം. നല്ല ചിക്കനൊക്കെ ഇതുണ്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ജ്യൂസി ആൻഡ് ടെൻഡർ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ പുതിയ റെസിപ്പീസും വീഡിയോസായിട്ട് പിന്നെ കാണാം. ടാറ്റാ, ബൈ ബൈ.